അതെല്ലാം ഇവനാ ഇതെല്ലാം പറഞ്ഞു തന്നു ചെയ്യിക്കുന്നു. ഇവനാ എങ്ങനെ പറയണമെന്നൊക്കെ പറഞ്ഞു ഞാൻ ചെയ്യിച്ചത്. ഇത് ശോഭനാമ്മയാണോ അതോ കലാമണ്ഡലം സത്യഭാമയാണോ? കറുത്ത നിറമുള്ളവർക്കൊന്നും കളിക്കാൻ പറ്റിയല്ല മോഹിനിയാട്ടം. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. വെള്ള അരി വെച്ചിട്ടുള്ള കഞ്ഞിയും വെളുത്തുള്ളി അച്ചാറും ഒക്കെ കഴിച്ചിട്ടൊക്കെ പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ചക്ക് വെളുത്ത കഞ്ഞിയും വെളുത്തുള്ളി അച്ചാറും ഉണ്ട്, അതുകൂടെ കുടിച്ചിട്ട് പോകും. നമുക്ക് ആളിനെയും കൂടി വിളിക്കണ്ടേ? വേടാ ഹിറ്റാവാൻ വേണ്ടി ചെയ്തതല്ല. അവര് പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പില്ലാത്തതുകൊണ്ട് നമ്മളൊരു വിയോജിപ്പ് പ്രകടിപ്പിക്കുക. അത് ഹിറ്റാവാൻ വേണ്ടി അങ്ങനെ ചെയ്തതല്ല, നമ്മളൊരു പ്രതിഷേധം മാത്രമാണ്. നല്ല മോനാ, നല്ല മോനെ. ഇത് മുന്നേ കൂട്ടി പറഞ്ഞു വെച്ചത് ഉറപ്പാ. ശ്രീകാന്ത് ഇപ്പൊ ഓൾറെഡി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇനി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അമ്മേന്റെ അഭിപ്രായം എന്താ? പോവോ? അയ്യോ വേണ്ടായേ, ഞാൻ പോവും. എന്നെ ഒരെണ്ണത്തിന് വിളിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം നിറഞ്ഞു നിൽക്കുന്നത് ശോഭനാമ്മയാണ്. ശോഭനാമ്മ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇപ്പം പോകുന്നത് ആ കലാമണ്ഡലം സത്യഭാമയായിട്ട് അങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന ശോഭനാമ്മയുടെ മുഖമാണ് അല്ലെ. അപ്പൊ ശോഭനാമ്മ ഇന്ന് നമ്മുടെ ഒപ്പം ഉണ്ട്. ശോഭനാമ്മയോട് തന്നെ അങ്ങ് ചോദിക്കാം അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടല്ലേ. ശോഭനാമ്മേ, അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ? സുഖാണോ? അപ്പൊ എങ്ങനെയായിരുന്നു കലാമണ്ഡലം സത്യഭാമയായി ശോഭനാമ്മ വന്നിരുന്ന ആ ഒരു സമയത്തിനെ പറ്റിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? എന്താ പറയാനാ? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെ പെട്ടെന്ന്, അതായത് ആ ഒരു വിഷയം വന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം വന്ന് അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. എല്ലാവരുടെയും സംശയം ഇത് ശോഭനാമ്മയാണോ അതോ കലാമണ്ഡലം സത്യഭാമയാണോ എന്നതായിരുന്നു ആ വീഡിയോ കണ്ടത്. അതിന്റെ കമന്റ് സെക്ഷനിൽ നോക്കുമ്പോഴും അത് തന്നെയാ കൂടുതലും കാണുന്നത്. എങ്ങനെയായിരുന്നു? പെട്ടെന്നായിരുന്നു അത് തയ്യാറാക്കിയെടുത്തത്? അതെല്ലാം ഇവനാ ഇതെല്ലാം പറഞ്ഞു തന്നു ചെയ്യിക്കുന്നത്, അല്ലാതെ പത്രത്തിൽ ഞാൻ വായിച്ചു, എനിക്കറിയായിരുന്നു. ഇവനെ എങ്ങനെ പറയണമെന്നൊക്കെ പറഞ്ഞു ഞാൻ ചെയ്യിച്ചു തന്നത്. അപ്പൊ അതിനകത്ത് ഓരോ ഭയങ്കര തഗ്ഗുകളാണ് അതിനകത്ത് കൂടുതലായിട്ടും കാണാനായിട്ട് പറ്റുന്നത്. അതായത് കുറച്ച് വെള്ള അരി വെച്ചിട്ടുള്ള കഞ്ഞിയും വെളുത്തുള്ളി അച്ചാറും ഒക്കെ കഴിച്ചിട്ടൊക്കെ പോകാന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ആളുകളെ ഏറ്റെടുത്തോണ്ടേ ഇരിക്കുകയാണ്. ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് 1 മില്യണിലേക്കാണ് ആ ഒരു വീഡിയോ പോയത്. അതിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? സന്തോഷം, എപ്പോഴും സന്തോഷം. ഒരു ചായ കാച്ചിലൊക്കെ തോന്നിയായിരുന്നോ? അതായത് ഒരുങ്ങിയൊക്കെ ഇരുന്ന സമയത്ത് സത്യഭാമയായിട്ടൊക്കെ തോന്നിയായിരുന്നോ? പൊട്ടുമൊക്കെ സത്യഭാമയുടെ പോലെ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഭയങ്കര നാച്ചുറൽ ആയിട്ട്, എന്താ പറയാ, അങ്ങനെ പ്രത്യേകിച്ച് ഓവർ ആക്ടിങ് ഒന്നും ഇല്ലാണ്ട് നാച്ചുറൽ ആയിട്ട് ഒരു അമ്മ വന്നിരുന്ന് എന്തൊക്കെയാണോ പറയേണ്ടത് അതൊക്കെ പറഞ്ഞിട്ട് പോകുന്നതായിട്ടാണ് പലപ്പോഴും ശോഭനാമ്മയുടെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് തോന്നിയിട്ടുള്ളത്. ശ്രീകാന്ത് ആണോ കൂടുതലായിട്ട് അതില് അമ്മ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ വഴക്ക് കേൾക്കും എന്നൊക്കെ പറയാറുണ്ടോ? വഴക്കൊക്കെ പറയാറുണ്ടോ? വഴക്കൊന്നും ഇല്ല, എന്നാലും ഉണ്ട്, തെറ്റിക്കുമ്പോഴൊക്കെ വഴക്കുണ്ട്. ആരാ സത്യത്തിൽ പഠിപ്പിക്കുന്നത്? അമ്മയാണോ ശ്രീകാന്തിനെ പഠിപ്പിക്കുന്നത്? ശ്രീകാന്താണോ അമ്മയ്ക്ക് അഭിനയത്തിന്റെ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത്? പഠിപ്പിക്കുന്നത് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ആളിനെയും കൂടി വിളിക്കണ്ടേ? ഇത് കുറെ നേരമായിട്ട് നമ്മൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ആളിവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ശ്രീകാന്തിനെയും കൂടി അല്ലേ വിളിക്കാം. ഓക്കെ, അമ്മ എന്നെ വിളിച്ചോ? വാടാ മോനെ. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്ത് അതൊരു വലിയൊരു ഹിറ്റാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്? ആ ഒരു സത്യഭാമയുടെ ആ ഒരു ഇഷ്യൂ എങ്ങനെയായിരുന്നു അത് പ്രിപ്പയർ ചെയ്തത്? ഹിറ്റാവാൻ വേണ്ടി ചെയ്തതല്ല. അവര് പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പില്ലാത്തതുകൊണ്ട് നമ്മളൊരു വിയോജിപ്പ് പ്രകടിപ്പിക്കുക. അത് ഹിറ്റാവാൻ വേണ്ടി അങ്ങനെ ചെയ്തതല്ല. നോർമൽ വീഡിയോ ഒക്കെ നമ്മൾ ഹിറ്റാവാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതങ്ങനെയുള്ളതല്ല, നമ്മളൊരു പ്രതിഷേധം മാത്രമാണ് അത്. പക്ഷെ ആ പ്രതിഷേധം എല്ലാരും ഏറ്റെടുക്കുകയും ചെയ്തു. കാരണം നമ്മൾ ഒരു കാര്യം ഭയങ്കര ഡീപ്പായിട്ട് ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യം അത് തമാശ രൂപേണ അല്ലെങ്കിൽ അതിന്റെ ആ കാര്യഗൗരവങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു തമാശ രൂപേണ ആളുകളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് അത് കൂടുതലും എല്ലാവരിലേക്കും എത്താറുണ്ട്. അങ്ങനെ പലപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എങ്ങനെ ശ്രീകാന്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ അതേ അഭിപ്രായമുള്ള ആളുകളായിരിക്കും അത് ഷെയർ ചെയ്യുന്നതും അതിൽ കമന്റ് ഒക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? കമന്റ് ഫുള്ള് ഒരുപാട് കമന്റ്സ് ഉണ്ട്, മൊത്തം കണ്ടില്ല, കുറച്ചൊക്കെ കണ്ടായിരുന്നു. അമ്മേനെ പറ്റിയിട്ടാണ് കൂടുതൽ കമന്റ്. കാരണം അമ്മ ആ ഒരു സത്യഭാമയായിട്ട് കറക്റ്റ് ആ ഒരു ചായ കാച്ചിലുണ്ട് എന്നാണ് കൂടുതൽ കമന്റ്സ് അതിൽ താഴെയായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ടും കൂടുതൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചായ കാച്ചിലാണ് കൂടുതലായിട്ടും അതിനകത്ത് ആ ഒരു കമന്റ് സെക്ഷൻ കൂടുതലായിട്ടും കാണാനായിട്ട് വരുന്നത്. ശ്രീകാന്തിന് തോന്നിയായിരുന്നോ അമ്മ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിരുന്നതിന് ശേഷം? അങ്ങനെ അവര്
മറ്റേ അവര് പറഞ്ഞ അവരുടെ അഭിപ്രായത്തോട് മാത്രമേ ഉള്ളൂ നമുക്ക് വിയോജിപ്പ്. പിന്നെ അവരുടെ അങ്ങനെ രൂപസാദൃശ്യം ഒന്നും നോക്കാൻ നമ്മൾ ശ്രമിച്ചില്ല. അതിൽ ഇവിടെ കാര്യമില്ല. അതെ. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് എന്നാണ് ഇനി വരാനായിട്ട് പോകുന്നത്? അടുത്ത വീഡിയോ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. പെട്ടെന്നായിരുന്നു ഈ ഒരു വിഷയം വന്നത്, പെട്ടെന്നായിരുന്നു അല്ലേ? അപ്പൊ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനം പ്രിപ്പയർ ചെയ്യണം എന്നെങ്ങനെയാണ് മൈൻഡിലേക്ക് വന്നത്? അത് ഞാൻ കുറച്ചാൾ ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ TV ചാനൽസിൽ കണ്ടന്റ് എഴുതാൻ വേണ്ടി. അവിടെ എല്ലാം പെട്ടെന്നായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ നിന്നുള്ള ഒരു ഇതാണ് പെട്ടെന്ന് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു സ്കില്ല് അവിടെ നിന്ന് കിട്ടിയത്. അപ്പം ജേർണലിസത്തിന് അങ്ങനെ കുറച്ച് ജേർണലിസം ഒന്നും അല്ലായിരുന്നു ഞാൻ, അതായത് സ്കിറ്റുകൾ എഴുതുക ചാനലിൽ. അങ്ങനെ ജേർണലിസം പഠിക്കണം എന്നില്ല നമുക്കൊരു ജേർണലിസ്റ്റ് ആവാൻ, അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇതിന്റെ ഇടയിൽ കൂടി ഈ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ കൂടുതലായിട്ടും കണ്ടതാണ് കോക്കില്ലേ, കോക്കിനെ പറ്റിയിട്ടും ഈ ഒരു വീഡിയോയ്ക്കകത്ത് പരാമർശമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കമന്റ്സുകൾ വന്നിട്ടുണ്ട്. അത് ഡയറക്ട്ലി ആണോ ഇൻഡയറക്ട്ലി ആണോ ആഡ് ചെയ്തിട്ടുള്ളത്? അതെ, എനിക്ക് പരിചയമുണ്ടോ പണ്ട് മുതൽ. അങ്ങനെ. അപ്പൊ ഈ ഒരു വീഡിയോയിലോട്ട് പുള്ളിനെ ആഡ് ചെയ്തത് അത് പുള്ളി ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് കുറച്ച് സെറ്റേറെ സംഭവം പിടിച്ചപ്പോ പുള്ളിയെ കൂടെ ആഡ് ചെയ്തതാണ്. ഓക്കെ. അപ്പം കോക്കുമായിട്ട് പരിചയമുണ്ട്, സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം പുള്ളിയും താങ്കളും കൂടി ഒരുമിച്ച് ഇനി ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുമോ? ആലോചിച്ചിട്ടില്ല. അപ്പൊ ഇനി ആലോചിക്കണം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു വേറൊരു സംഭവം കിട്ടും. അപ്പൊ ഈ ഒരു വീഡിയോ എയർ ചെയ്തല്ലോ, അതിനുശേഷം എന്തായിരുന്നു നമ്മുടെ നെയ്ബേഴ്സിന്റെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു? അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പ്രസ്താവനയോട് എല്ലാവർക്കും വിയോജിപ്പായതുകൊണ്ട് എല്ലാവരും അത് കണ്ടിട്ട് അത് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നന്നായി എന്ന് പറഞ്ഞു. കണ്ടവരെല്ലാം അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ. അപ്പം എങ്ങനെയുണ്ട് മോനെ പറ്റിയിട്ട്? എന്താ അമ്മയ്ക്ക് ഇനി എന്താ പറയാനുള്ളത്? എന്തെങ്കിലും എന്താ പറയാ, ഇങ്ങനെയാണ് അവൻ, അല്ലെങ്കിൽ അവനെ പറ്റിയിട്ട് എന്തെങ്കിലും കുറ്റം വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞു, നമുക്കിപ്പം മാറ്റിക്കാം. കുറ്റമൊന്നും പറയാനില്ല. കുറ്റമൊന്നുമില്ല, നല്ല മോനാ. നല്ല മോനാ. ഇത് മുന്നേ കൂട്ടി പറഞ്ഞു വെച്ചത് ഉറപ്പാ. നിങ്ങൾ വന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അല്ല, വലിയ കുഴപ്പം. ഇപ്പൊ എനിക്ക് വയ്യാത്തോണ്ട് എങ്ങും പോകാതെ ഇവിടെ കുത്തിയിരിക്കും. അപ്പം നല്ല മോനല്ലേ. അമ്മയെ പറ്റിയിട്ട് ഇനി ശ്രീകാന്ത് എന്താ പറയാനുള്ളത്? നല്ല അഭിനേത്രിയാണോ? പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ, ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്, പക്ഷെ കുറച്ച് സമയം എടുക്കും. പ്രായമൊക്കെ ആയില്ല, അതിന്റെയാ. ചില വാക്കുകളൊക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതിന്റെ സമയം എടുക്കും. എനിക്ക് ചിലപ്പോ ദേഷ്യം ഞാൻ വഴക്കൊക്കെ ഇടാറുണ്ട്, നല്ല വഴക്കിടാറുണ്ട്. അത് വീഡിയോ നന്നാവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഞങ്ങൾ വഴക്ക് അങ്ങനെ കുറവായിടാറ്. ഷൂട്ട് സമയത്താണ് ഞങ്ങൾ വഴക്കിടുന്നത്. ഇപ്പൊ ഡയറക്ടറും ആർട്ടിസ്റ്റും ഉള്ളല്ലോ, അവിടെ അമ്മയും മോനൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അതെ. ഓക്കെ. മുന്നേ ഒക്കെ അമ്മയായിരുന്നു മോനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ മോൻ അമ്മനെ വഴക്ക് പറയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ. അല്ലെ, ക്യാമറ ഓൺ ആവുമ്പോൾ ഞങ്ങൾക്ക് അമ്മയും മോനും അങ്ങനെ ബന്ധമൊന്നുമില്ല. ഇല്ല, സംഭവം നന്നാവുന്നുള്ളത് മാത്രമേ. അത് നന്നായി പോകുന്നുണ്ട്, അതും ഏറ്റവും പറയേണ്ട ഒരു കാര്യമാണല്ലോ. മുന്നേ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് വീണ്ടും പുതിയ പുതിയ വീഡിയോസ് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അമ്മയും മോനും തമ്മിലുള്ള ഈ ഒരു കോംബോ വലിയൊരു ഹിറ്റായിട്ട് തന്നെയാണ് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മലയാളി പ്രേക്ഷകരാണെങ്കിലും ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ പിറകെ പിടിച്ച് കുറെ അധികം അമ്മ മകൻ കോംബോസ് ഇങ്ങനെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഒരു ഇൻസ്പിറേഷൻ ആകാൻ പറ്റി എന്നുള്ളത് തോന്നുന്നില്ലേ? അതെനിക്ക് തോന്നിട്ടില്ല. പക്ഷേ രസമാണ്, അതായത് നമുക്കിപ്പോ ഈ വീട്ടിലുള്ള അമ്മമാർക്കും മക്കൾക്കും കഴിവുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, പണ്ട് നമ്മൾ ചാനലിൽ പോവുക അങ്ങനെയുള്ള പാടായിരിക്കുമല്ലോ. ഇപ്പൊ ഇങ്ങനെ എല്ലാവർക്കും മൊബൈലുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഈസിലി അവരുടെ കഴിവുകൾ അവിടെ കാണിക്കാൻ പറ്റും. അങ്ങനെ തോന്നിട്ടുള്ളൂ. ഓക്കെ. ശ്രീകാന്ത് ഇപ്പൊ ഓൾറെഡി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇനി അമ്മയ്ക്ക് ഇനി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അമ്മേന്റെ അഭിപ്രായം എന്താ? പോവോ? ഞാൻ പോവും. എന്നെ ഒരെണ്ണത്തിന് വിളിച്ചിട്ടുണ്ട്. ആഹാ, വിളിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഉടനെ തന്നെ ബിഗ് സ്ക്രീനിലേക്കും ആളെത്തുന്നതായിരിക്കും. അമ്മയും മോനും ഒരുമിച്ചെത്തുവോ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്, പക്ഷെ അത് ആഹാ, ഓക്കെ. അപ്പൊ ഉടനെ തന്നെ എന്തായാലും മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്കും പോരട്ടെ. ഓക്കെ. അപ്പൊ എന്തായാലും ഫ്യൂച്ചറിൽ ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള സിനിമകളും അതുപോലെ തന്നെ ഇതുപോലുള്ള നമ്മുടെ ചെറിയ ചെറിയ വീഡിയോകളും ഒക്കെ ആയിട്ട് രണ്ടുപേരും ഇനിയും മലയാളി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തട്ടെ. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.